തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്ലാൻ എന്തായിരിക്കും? തൃണമൂൽ കോൺഗ്രസ് വലിയ പ്ലാൻ ഉണ്ട് എന്നൊക്കെ ചില പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ മഹുവ മൊയ്ത്രയ്ക്കും സുഷ്മിതാ ദേവിനും ഇതിൻ്റെ ചുമതല കൊടുത്തിട്ടുണ്ട് കേരളത്തിൻ്റെ. അതിൽ മഹുവ മൊയ്ത്ര കേരളത്തിൽ അത്യാവശ്യം ജനപ്രീതിയുള്ളൊരു നേതാവാണ്. അവരുടെ വാഗ്ധോരണി കൊണ്ട്, അവരുന്നയിക്കുന്ന വിമർശനങ്ങളിലെ കൃത്യത കൊണ്ട്, അവരുടെ സെക്കുലർ സ്റ്റാൻഡ് കൊണ്ട്, പിന്നെ അവരുടെ ധൈര്യം കൊണ്ട് ഒക്കെ. അത് മാത്രമല്ല, നരേന്ദ്രമോദി സർക്കാർ ടാർഗറ്റ് ചെയ്തൊരു നേതാവാണ്. അത്രയും പവർഫുള്ളാണ് അവർ. അവർക്ക് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അപ്പോൾ അവർക്ക് ചാർജ് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. അൻവറിന് തന്നെയും മറ്റ് ചില ഓഫറുകളുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ രാജ്യസഭാ സീറ്റിലേക്കൊക്കെ ഓഫറുണ്ട് എന്നൊക്കെ പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് അങ്ങനെ ഒരു സാധ്യത കേരളത്തിൽ കാണുന്നുണ്ടോ യഥാർത്ഥത്തിൽ? അത് യഥാർത്ഥത്തിലുള്ളതാണോ? അത്രയും ഒരു ഫോക്കസൊക്കെ തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ കൊടുക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ? തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വെസ്റ്റ് ബംഗാളിന് പുറത്ത് എന്തെങ്കിലും എംബിഷൻസ് ഉള്ളതായിട്ട് നമുക്ക് ഇതുവരെ അറിയില്ല. നോർത്ത് ഈസ്റ്റിലെ ചില സ്റ്റേറ്റുകളിലൊക്കെ ഉണ്ടായിരുന്നു, 1-2 സീറ്റുകളിലൊക്കെ ജയിച്ചിട്ടുണ്ട് അവർ. അത് സമാജ്വാദി പാർട്ടി ഉണ്ട്, ചെയ്യുന്നുണ്ട്. അത് ആം ആദ്മി പാർട്ടി ഉണ്ട്. ഒരുപക്ഷെ അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ ആഗ്രഹത്തിൻ്റെ പുറത്തല്ലല്ലോ രാഷ്ട്രീയം ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉവൈസിയുടെ പാർട്ടിക്ക് കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വളരെ ഒരു 2-3 വർഷം മുമ്പ് വളരെ ശക്തമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. അത് ഈ ലീഗിന് ബദലായിട്ട് ഉവൈസിയെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു ആഗ്രഹം ചില നേതാക്കന്മാർക്കെങ്കിലും കേരളത്തിലുണ്ടായിരുന്നു. അത് ഒവൈസി തന്നെ വേണ്ട എന്ന് പറയുകയും മാത്രമല്ല, കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി ഒവൈസി പറഞ്ഞുള്ള. അപ്പം അതുകൊണ്ട് തന്നെ ഒവൈസിയുടെ പാർട്ടി കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് തീരുമാനിക്കുന്നു. സമാജ്വാദി പാർട്ടിക്ക് കേരളത്തിൽ യൂണിറ്റ് ഉണ്ട്, DMKക്ക് യൂണിറ്റ് ഉണ്ട്, ബാക്കി എല്ലാ പാർട്ടികളും കേരളത്തിൽ യൂണിറ്റ്. അത് നോമിനൽ മാത്രമാണ്, ഒരു സാങ്കേതികമായിട്ടുള്ളൊരു പ്രസൻസ് മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തേക്ക് വളരാൻ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് വളരാനുള്ളൊരു സ്പേസ് കേരളത്തിലില്ല, ഇപ്പോഴില്ല. അത് വളരാൻ ശക്തമായിട്ടുള്ള ഏതെങ്കിലും ഇപ്പം ഒരു CPM വിരുദ്ധതയാണല്ലോ തൃണമൂലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. അതിൽ കോൺഗ്രസിനെയോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെയോ അല്ലെങ്കിൽ UDFലുള്ള ഏതെങ്കിലും പാർട്ടികളെയോ കവച്ച് വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഗ്രസീവ് സ്റ്റാൻഡിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കേരളത്തിലില്ല. അപ്പം അതുകൊണ്ട് ഇത് നേരത്തെ ഈ മഹുവ മൈത്രയൊക്കെ പറയുന്നത് സിംബോളിക് പ്രസൻസാണ് അവരൊക്കെ. അപ്പോൾ അവർ കേരളത്തിലേക്ക് വരികയോ ഒരുപക്ഷെ 1-2 പ്രാവശ്യമൊക്കെ വലിയ സ്വീകരണമൊക്കെ ഉണ്ടാവും. അതിന് ശേഷം എന്ത് സംഭവിക്കും? അത് ഗ്രാസ് റൂട്ട് ലെവലിൽ തൃണമൂൽ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ഗ്രാസ് റൂട്ട് ലെവലിൽ എങ്ങനെയാണ് തൃണമൂൽ ഇവിടെ ഉണ്ടാവുന്നത്? അതിന് അവർക്ക് സംഘടനാ സംവിധാനം എന്ന സാധനമേ ഇല്ല. വെറും ഇമോഷൻ കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല. അതിന് സംഘടനാ സംവിധാനം ഉണ്ടാവണം, സംഘടനാ സംവിധാനത്തിന് നേതൃത്വം ഉണ്ടാവണം. അങ്ങനെയാണല്ലോ ഒരു പാർട്ടി എന്ന രീതിയിൽ ഉണ്ടാവേണ്ടത്. അത് ഒരു വിദൂരമായ സാധ്യത ആയിട്ട് മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ. കാരണം അത് ഉണ്ടാക്കിയെടുക്കാനുള്ള കെൽപ്പ് അൻവറിൻ്റെ കൂടെയുള്ള ആളുകൾക്കോ ഇല്ല. അതിനിപ്പം സാധാരണ നമ്മൾ പറയുന്ന ബംഗാളികളെ ഇറക്കുന്നു പറയുന്നത് ട്രോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ബംഗാളികളുടെ കാര്യം സംസാരിക്കാൻ കേരളത്തിലൊരാളാണ് എന്നൊക്കെ പറഞ്ഞൊരു ട്രോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ അതിന് നമ്മൾ അങ്ങനെ ചെറുതായി തള്ളിക്കളയണ്ട. കാരണം വെച്ചാൽ അവരുടെ ഇങ്ങോട്ട് കുടിയേറി ഇവിടെ താമസിച്ച് സ്ഥിരമായി ജോലി ചെയ്ത് ഇവിടെ തന്നെ താമസാക്കിയ ആളുകളുടെ എണ്ണം അത്ര ചെറുതല്ല. അതെ. പക്ഷേ അതും അവരുടെയും എല്ലാവർക്കും ഒരേ രാഷ്ട്രീയം എന്നല്ലല്ലോ ഉണ്ടാവുന്നത്. ഈ ബംഗാളിൽ നിന്ന് വന്ന് ഇവിടെ അതിഥി തൊഴിലാളികളായി ജോലി എടുക്കുന്നവരൊക്കെ തൃണമൂൽ കോൺഗ്രസ്സുകാരാണെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ഒരു വിദൂര സ്വപ്നമാണ്. എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഈ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു പ്ലാൻ അവർക്കുണ്ടെങ്കിൽ അതിന് പറ്റിയ ആളല്ല അൻവർ എന്നാണ് അതിൻ്റെ നിന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്.